സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇറക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഒരു 10 മണിയോട് കൂടി റെക്കോർഡ് ചെയ്ത് സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ അതാണ് പരിപാടി. ഗ്രീപ്പർ അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫുൾ ആർമർ ആവലാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ കേവ് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. ചെറിയൊരു കേവ് എന്ന് തോന്നുന്നു. ഈ ഹോപ്പർ എന്തായാലും ആവശ്യം വരും. അയണ് കിട്ടിയില്ലെങ്കിൽ ഹോപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒന്നും അയൺ കാണാനില്ലല്ലോ. കിട്ടി ഇതെങ്ങനെ പോയാലൊരു 10 എങ്ങനെ 10 ഉറപ്പാണ്. 10 എങ്ങനെ ഉണ്ടാവും അടിക്കില്ല. അയ്യേ, ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു 10 പ്രതീക്ഷിച്ച് വെറുതെ. ഇനി അടുത്ത അയൺ തപ്പിപ്പോ വെറുതെ. പിന്നെ ഈ വീഡിയോ ചെറിയൊരു ലാഗ് ഉണ്ടാവും കേട്ടോ. ചെറിയ ലാഗ് കുറച്ചുണ്ട്. കഴിഞ്ഞ വീഡിയോ അപേക്ഷിച്ച് ചെറിയ ലാഗ് കുറച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ ലാഗൊക്കെ ഉണ്ടാകും. ഇനി ഓഫ്ലൈനായിട്ട് ഇരുന്നിട്ട് ഞാൻ വീഡിയോ നിന്ന് ഫുള്ള് ചെറുതായിട്ടൊന്ന് ടോർച്ചൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോള് മൈൻ ചെയ്ത്. സോംബി എന്തൊക്കെ വേഗം റീസ്പോൺ സെറ്റ് ചെയ്യാം. ഗ്യാപ്പത്താടി എടേ റീസ്പോൺ സെറ്റ് ചെയ്യാം. വേണ്ട റീസ്പോൺ ഇനി എന്നെ കൊല്ലാൻ നോക്കാം. അയ്യോ ക്യാമറ ഈ വ്യൂ മാറിപ്പോണ എന്താ പറ്റിയ? ഇങ്ങോട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് നടക്കാം. കൊച്ചു കള്ള. അയ്യോ ചോ എന്തുവാ ഇത്? ബട്ടൺസ് എവിടെ പോയി കിടക്കാം? ഞാൻ അത്രയും പ്രോ പ്ലെയർ അല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇത് ഹെൽമെറ്റ് അതേക്കാം. വേറെ ആർമറൊന്നും ഇല്ലാത്ത സ്ഥിതി. ഇനി വേഗം അടുത്ത അയണൊന്ന് മൈൻഡ് ചെയ്യാൻ പോകും. ഫുഡ് കഷ്ടകാലം. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തോളട്ടെ. ഞാൻ കഷ്ടപ്പെട്ടിരുന്നിട്ട് രാത്രി നിന്ന് റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ രാവിലെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് വേണം സെക്കൻഡ് എപ്പിസോഡ് ഇത് വാച്ച് ചെയ്യാൻ. അവിടെ ഒരു കേവ് കണ്ടു. ആ ഒരു കേവ് നമുക്ക് ഇവിടുത്തെ ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോകും. ഇത് കുറച്ച് വലിയ കേവാണോ എന്ന് തോന്നുന്നു. ഇയാളൊന്നും ഞാൻ കണ്ടില്ല. ഒരു ഐഡിയ മൈൻഡ് ചെയ്യണം. കോളൊക്കെ ഇരിക്കുന്നുണ്ട്. കോളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം. അവിടെ പോയിട്ട് വരാം. കഷ്ടകാലം. ഇതുപോലെ വലിയ കേവാന്ന് തോന്നണം കേട്ടോ. കുറേ ആദ്യമായിണ ഇത് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഇല്ല കുറച്ച് കണ്ടറിഞ്ഞ എന്താ അവസ്ഥ? ഇനി മേലേക്ക് ഇനിയും വഴിയുണ്ട്. ഈ ബ്ലോക്ക് പ്ലേസ്മെൻറ്റിൻ്റെ അതിർത്ത് കളഞ്ഞുകൊണ്ടിട്ട് പോകുമ്പോൾ സ്പീഡിൽ ബ്ലോക്ക് വയ്ക്കാൻ പറ്റില്ല. ഞാൻ ആക്യുറേറ്റ് ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മോഡ് ഇട്ടിട്ടുണ്ട്. മോഡല്ല, ടെസ്റ്റർ ബാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വർക്കാണ്. എന്താണോ കുറച്ച് അതിനുണ്ട്. ഞാൻ എന്തോ കാട്ടറേ അങ്ങനത്തെ എന്താ ഈ സാധനം. എൻ്റെ പേരെന്തായിരുന്നു? മറന്നായി. അതിൻ്റെ പേരാരെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കുറച്ചാണല്ലോ കൊല്ല. ഇനി നേരെ പോയിട്ട് നോക്കാം. തോന്നുന്നു ഇവിടെ അവസാനിക്കുന്നു കേൾക്കുന്നു തോന്നുന്നുണ്ട്. തോന്നുന്നു
ഇവിടെ വന്ന് ചെറിയ കേവ എക്സ്പെക്റ്റേഷൻ കുറച്ച് കൂടുതലായിരുന്നു പോയി. ചെറിയ കേവ കേട്ടോ അതാ കുറച്ച് കോളിൻ്റെ ആവശ്യമുണ്ട്. ടോർച്ചൊക്കെ കഴിയാറായി, 17 എണ്ണുള്ളൂ. ഇവിടെ കുറച്ച് കോളുണ്ടല്ലോ. അതായത് അവിടെ നിന്ന് മൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സർവറിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് കറക്റ്റ് കൂട്ടുകാരന്മാരുടെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് ഫുള്ള് മൈൻഡ് ചെയ്യാൻ വയ്യ. ഞാൻ ഈ സെക്കൻഡ് സീസണിൽ ഞാൻ നല്ലോണം മൈൻഡ് ചെയ്ത് ഫുൾ ആർമറൊക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു. അതായത് പോസ്റ്റ് ചെയ്യാൻ തന്നപ്പോഴാണ് DDoS അറ്റാക്ക് വന്നത്. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ കളിക്കാൻ ഒരു മടി. സെർവർ വീണ്ടും കത്തിപ്പോയാൽ അത്രയും നേരം കളിച്ചതൊക്കെ വെറുതെ കാര്യം. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, പോയാൽ പിന്നെ വീണ്ടും നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. ബട്ട് നല്ലൊരു വിഷമം എന്താ പോലെ. എൻ്റെ വീഡിയോക്ക് ചെറിയ ചെറിയ കോമഡീസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. കോമഡീസ് എനിക്ക് അങ്ങനെ കോമഡി പറയാനൊന്നും അറിയില്ല. നിങ്ങളൊക്കെ ഏതാ ജില്ല? കാണുന്നവരെ ഏത് ജില്ല എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിലിടും. ജസ്റ്റ് ഒന്നറിയാം ഏത് ജില്ലക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്നറിയാം. കേട്ടോ മറ്റേ കേബിലൊന്ന് കയറി വെക്കാം. വേണം കയറെന്തായാലും വെറുതെ ഇരിക്കും. ഇവിടെ നിന്ന് എന്തായാലും അയണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മൈൻ ചെയ്ത് ഫുൾ ആർമർ ആവാമെന്ന് തോന്നുന്നു. കുറേ കാണാനില്ലല്ലോ. സ്കെലട്ടൻ ബെഡ്റോക്കിൽ സ്കെലട്ടൻ എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ്. ഒന്നുമില്ല, ഓടിക്കോ. അയ്യോ എൻ്റെ പൊന്നെ, ഡ്രിപ്പ് സ്റ്റോൺ എൻ്റെ പേര് ഡ്രിപ്പ് സ്റ്റോൺ. എന്നാലും വെറുതെ കമൻറ്റ് ചെയ്തേക്ക്. ഓടിക്കോ. അയ്യോ ഗ്രീപ്പർ പൊട്ടി ചത്തു. ഗ്രീപ്പർ ബായി റീസ്പോൺ സെറ്റ് ചെയ്തില്ല. ഞാൻ സ്പോണിൽ പോയാനെ. സാധനങ്ങൾ കിട്ടി. വിട്ടോ. അയ്യോ എന്തുവാ ഇത് കഷ്ടം. എല്ലാം കിട്ടി തോന്നുന്നു. എല്ലാം കിട്ടി. വിട്ടോ കുറച്ച് സൗണ്ട് വരും. നൈറ്റ് ആവാറായുണ്ട്. വിട്ടോ പോവാം. അയ്യോ ബെഡ്റോക്കിൽ സ്കെലട്ടൻ ഭയങ്കര പവർഫുള്ളാണ്. എന്ത് കഷ്ടം. നൈറ്റ് ആവാറായിട്ടോ. സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാം. ഞായിപ്പെട്ട ഷെയ്ഡർ എന്ന് പറയുന്നത് വൈബ്രൻ്റ് വിഷ്വൽസ് എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ടച്ച് പോലെ കൊടുക്കണ ഒരു ഷെയ്ഡറാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. ഇല്ലല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഷെയ്ഡർ വൈബ്രൻ്റ് വിഷ്വൽസാണ്, ജസ്റ്റ് ബാഡ് ടച്ച് മാത്രം നൈറ്റ്. അപ്പോൾ ഞാൻ വീണ്ടും കേവിക്ക് ഇറങ്ങി കുറച്ച് മൈനൊക്കെ ചെയ്യാമെന്ന് വെച്ച് സൈഡിൽ തന്നെ ചെറിയൊരു കേവ് ഉണ്ട്. വഴിക്ക് കയറിയപ്പോൾ കുറച്ച് മൈൻ കിട്ടി, അതാണ്. കുറേ ഉണ്ട്, സമാധാനം. ഇവിടെ ഇത്ര നല്ല മതിയെന്ന് തോന്നുന്നു, ആയിന്ന് തോന്നുന്നു. അല്ലല്ലോ ഇല്ല, ഇത് കഴിഞ്ഞു. കേവ് കഴിഞ്ഞു, ചെറിയ കേവായിരുന്നു. കോളൊക്കെ കുറേ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആവശ്യം വരുമ്പോൾ ഇതൊക്കെ നമുക്ക് വേഗം തന്നെ ഫുൾ അയൺ ആർമറായിട്ട് ചെറിയൊരു ബേസ് ഇപ്പം കെട്ടണമെന്ന് ചിന്തിക്കുക. നിങ്ങൾ ബേസ് ഇപ്പം കെട്ടണോ അതോ ബേസിന് പകരം ഫാമുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങണോ? കമൻറ്റ് ബോക്സിൽ പറയട്ടാ. ഇനി സ്മെൽറ്റായ കഴിയാം. ഇല്ല, 12 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 12. ബാക്കിയിൽ വെച്ചേക്കാം. ഇപ്പോൾ എന്നുണ്ട് സെറ്റല്ല, എൻ്റെ സ്കിൻ തന്നെയുണ്ട്. ഞാൻ ബാക്കിയുള്ള ആണ് ഫുൾ അതിൽ വെച്ചു കിട്ടോ. അതാണ് ഇനി ആർമറൊക്കെയാവാം. ചെസ്റ്റ് പ്ലേറ്റ് സെറ്റായി. ഇനി എന്നിട്ടൊക്കെയാ ഇനി ബൂട്ടും ഇതും സെറ്റാക്കാം, ഹെൽമെറ്റും. ഇനി പാൻറ്റ് മാത്രമേ ഉള്ളൂ. പാൻറ്റിനുള്ളത് ഇല്ല, ഒരെണ്ണം കൂടി വേണ്ടേ? ഇനി കുറച്ചും കൂടി വേണം. എന്തെറ്റാ? പേപ്പർ ഇട്ട് എമറാൾഡ്, പിന്നെ ഒരു ബുക്കും 30 എമറാൾഡും കൊടുത്ത
അതിൻ്റെ പേര് അതിൽ കൊടുത്തല്ലോ, എന്താണോ നോക്കാം. ഒരെണ്ണം കൂടി വേണമെന്ന് തോന്നണം കേട്ടോ. ശരി, ഒരെണ്ണം കൂടി വേണം. അടുത്ത സെറ്റ്. ഈ ബൂട്ട് ഇനി ഫുള്ള് ടൂൾസ് ആവാൻ നോക്കാം. ഇങ്ങനെയുണ്ട്, സെറ്റല്ലേ? ആർമറായി. ഇങ്ങനെ ടൂൾസ് മാത്രം. ഇപ്പോൾ ഈ ടൂൾസ് ആവാൻ നോക്കാം. ഞാൻ എൻ്റെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വുഡ് എടുത്ത് അതിൽ വെച്ചു. ടൂൾസ് ആയി കഴിക്കാൻ സെറ്റായി. അയ്യോ, ഇപ്പം തന്നെ 10 മിനിറ്റ്. എടാ, എല്ലാവരും ഫുള്ള് വീഡിയോ കണ്ടോളട്ടാ. അടുത്ത മുതൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ നോക്കാം. സോംബീസ് മൈൻഡ് ചെയ്യണ്ട, അത് കത്തി തീർക്കും. ഞാൻ പറഞ്ഞില്ലേ, RDX എന്താ സുമ്മാവാ. ടൂൾസ് എന്നിട്ടൊക്കെയോ ഷീൽഡ് വേണം. ഷീൽഡ് അത് സെറ്റായി. വേഗം തന്നെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കും. ഞാൻ ജാവയിൽ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മറ്റേ സംഭവമില്ലേ, ബ്രീഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്. പക്ഷെ അത് ബെഡ്റോക്കി വർക്കാവുള്ള എന്താണോ, ഞാൻ സർവറിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ വർക്കായില്ല. ഇനി അത് മറ്റേ കുറേ വില്ലേജസിന് ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പൂട്ടിയിടുമ്പോൾ അവിടെ അയൺ കോളസ് പോകണം മതി. അത് യൂസ് ചെയ്തപ്പോൾ വർക്കാവുന്നുണ്ട്. ഇനി അത് ചെയ്യണം. ഇൻവെൻറ്ററി ക്ലീൻ ആക്കിയത്. അയ്യോ, ബാക്കിയുള്ളത് വീണ്ടും അതിലാണ് കയറി. കഷ്ടമാണ്. ഈ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും ഇൻവെൻറ്ററി കയറി. ടാങ്കർ മൊത്തം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്ക് ചെയ്തതാണ്. എൻ്റെ ഭാഷ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഏത് നാട്ടുകാരനാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കുറേ കമൻറ്റ് ചെയ്യാൻ പറയണേ. ഇതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും.